ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ചെറിയ രീതിയിലെങ്കിലും വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാകാം. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം. എങ്കിൽ കൂടിയും ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഫിനോയിലാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു ഫിനോയിൽ നമുക്ക് മേക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു കിറ്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. കെമിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കിറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ് വരുന്നത്. 10 ലിറ്റർ വരെ നമുക്ക് ഈ ഒരു കിറ്റ് വെച്ചിട്ട് മേക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കിറ്റ് 2 ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കിറ്റ് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു റേറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വാങ്ങിച്ച് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയ നോട്ട് മാതിരിയും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് ആ ഒരു കിറ്റിൽ വരുന്നത്. ഈ ഒരു 3 ഐറ്റംസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഫിനോയിൽ മേക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഫിനോയിലിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 150 ഗ്രാമിൻ്റെ ഒക്കെ അടുത്തുണ്ടാകും. അത് നമ്മൾ മുഴുവനായിട്ടും ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം ടൈമിൽ തന്നെ നമ്മൾ അതിലോട്ട് സ്മെല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 25 ml അടുത്തുണ്ടാകും. ആ സ്മെല്ലും കൂടെ നമ്മൾ ഇതുപോലെ ഒരു കമ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ 2 ഐറ്റംസ് നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ സാദാ വെള്ളം ഉണ്ടല്ലോ, വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3 ലിറ്റർ വെള്ളം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇതും കൂടെ ഒഴിച്ചപ്പോഴേക്കും ഒരു വൈറ്റ് കളറിലോട്ടാണ് നമ്മുടെ ഒരു മിക്സ് വന്നിരിക്കുന്നത്. ഒരുപാട് വീട്ടമ്മമാർ ചെറിയ രീതിയിലെങ്കിലും വരുമാനം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഭൂരിഭാഗം പേരും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. എങ്കിൽ കൂടിയും ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഒരൈറ്റം തന്നെ വെച്ചോട്ട് മാത്രം ചിലപ്പോൾ നമുക്ക് സെയിലൊന്നും ഉണ്ടായിന്ന് വരത്തില്ല. അപ്പോൾ സൈഡായിട്ട് ഇതുപോലത്തെ കംഫർട്ട്, ഹാൻഡ് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ നിന്ന് തന്നെ എത്ര രൂപ കൊടുത്ത് ഈ ഐറ്റംസൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ അടുത്തായിട്ട് അതിലേക്ക് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. യെല്ലോ കളറാണ്. കളർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ ആ ഒരു കമ്പ് ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്രൈറ്റ് യെല്ലോ മാതിരിയാണ് തോന്നുന്നത്. നേരിട്ട് കാണുമ്പോൾ ഇത്രയും കളറൊന്നും ഇല്ല കേട്ടോ. ഇത്രയും കളർ ബാലൻസ് വന്നിട്ടുണ്ട്. 3 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. 10 ലിറ്റർ വരെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു 2 ലിറ്റർ വെള്ളം കൂടെ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് പൊക്കിയാണ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു കമ്പ് ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 5 ലിറ്ററിലാണ് കേട്ടോ മുഴുവനായിട്ടും ചെയ്യുന്നത്. ആദ്യം 3 ലിറ്റർ ഒഴിച്ചു, പിന്നെ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന 2 ലിറ്റർ, അങ്ങനെ ടോട്ടൽ 5 ലിറ്ററാണ് ഞാനിപ്പോൾ ഈ ഒരു ഫിനോയിൽ മേക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കിറ്റ് വെച്ചിട്ട് 10 ലിറ്റർ വരെ ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു 5 ലിറ്ററിൽ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുക്കണ ഏത് ബോട്ടിലാണ് ഫില്ല് ചെയ്യേണ്ടത് ആ ഒരു ബോട്ടിലോട്ട് മാറ്റുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇതിപ്പോൾ ആദ്യം ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫിനോയിൽ വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കളറെന്ന് പറയുന്നത്. ലൈറ്റ് യെല്ലോ കളറാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ നമ്മളങ്ങനെ ഫില്ലാക്കിയിട്ടുണ്ട്. 2 500 ലിറ്ററിൻ്റെ ബോട്ടിൽ ഫില്ലാക്കിയിട്ടുണ്ട്. ബാലൻസ് ഉണ്ടായിരുന്നത് ഞാൻ ഒരു കന്നാസിലാണ് കേട്ടോ ഫില്ലാക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിനോയിലൊക്കെ വീട്ടിൽ ചെയ്തെടുത്ത് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും കച്ചവടമൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി സെയിൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കൂടിയും നമ്മുടെ വീട്ടിലെ സ്വന്തം ആവശ്യത്തിന് നമ്മളിപ്പോൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്നേക്കാളും ഭേദം ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി ഒരു കന്നാസിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവശ്യാനുസരണം യൂസ് ആക്കാവുന്നതാണല്ലോ. അപ്പോൾ അതേ നമ്മൾ 150 രൂപ കൊടുത്ത് നമുക്ക് 10 ലിറ്റർ വരെ മേക്ക് ചെയ്യാം. ഞാനിപ്പോൾ 5 ലിറ്ററാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫിനോയിൽ വരുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഫിനോയിൽ ചെയ്യണ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ഇടുന്നതിന് മുന്നേ കംഫർട്ട്, അതുപോലെ തന്നെ ഡിഷ് വാഷ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മുടെ ഫിനോയിലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 2 500 ml ബോട്ടിലും പിന്നെ ഇത് ഏകദേശം ഒരു 4 ലിറ്റർ ഉണ്ട് ആ ഒരു കന്നാസിലിരിക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനോയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോപ്പിൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.